ഹായ്, ഹലോ കൂട്ടുകാരെ, പഠനമൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് മാർച്ച് 2024 കറണ്ട് അഫേഴ്സിൻ്റെ ബാക്കി പോർഷനാണ്. അതായത് മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ അധികം നോക്കുന്നുണ്ട്. കറണ്ട് അഫേഴ്സ് മാർച്ച് 2024 അവസാനത്തെ ക്ലാസ്സായ, അതായത് ക്ലാസ് 3 എല്ലാ കറണ്ട് അഫേഴ്സിൻ്റെയും ബാക്കിയുള്ള കറണ്ട് അഫേഴ്സ് എല്ലാം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതേപോലെ 2019 പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അതേപോലെ IMF അന്താരാഷ്ട്ര നാണയനിധി, അതുപോലെ തന്നെ നമ്മൾ ഗഗൻയാൻ മിഷനെ കുറിച്ചും പോക്സോ ആക്ടിനെ കുറിച്ചും ഒക്കെ കുറേയധികം കാര്യങ്ങൾ ബ്രീഫായിട്ട് ഈ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ അവസാനത്തെ മാർച്ച് 2024 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെടുത്തി ഈ അവസാനത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറയാണ്. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി 2024 മാർച്ചിൽ പ്രഖ്യാപിച്ചത് പൊക്കാറ. 8 തടാകങ്ങളുടെ നഗരം എന്നാണ് ഈ പൊക്കാറയെ അറിയപ്പെടുന്നത്. ഇത് നേപ്പാളിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പൊക്കാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ പൊക്രാനുമായിട്ട് ചേർത്ത് ഓർത്തിരിക്കാനായിട്ട് പറ്റും അല്ലേ? 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറയാണ്. 8 തടാകങ്ങളുടെ നഗരം എന്നാണ് ഈ പൊക്കാറയെ അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിൽ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോക കാലാവസ്ഥാ ദിനത്തെക്കുറിച്ചാണ്. ഈ ലോക കാലാവസ്ഥാ ദിനം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് 23-നാണ്. 1950 മാർച്ച് 23-നാണ് ആദ്യമായിട്ട് ആചരിച്ചു തുടങ്ങുന്നത്. അതായത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ലോക കാലാവസ്ഥാ ദിനം എല്ലാ വർഷവും മാർച്ച് 23-ന് ആചരിക്കുന്നത്. അപ്പോൾ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ, അത് തന്നെയാണ് ലോക കാലാവസ്ഥാ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 23-ആണ്. കൂട്ടുകാരത് ഓർത്തിരിക്കണം. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലോക കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത് മാർച്ച് 23-നാണ്. ഇനി ഈ 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിര എന്നുള്ളതാണ് മാർച്ച് 23 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. അടുത്തതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ്. എന്താണ്? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നഫീസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. എന്താണ്? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമം. നമുക്കറിയാം 2019-ലാണത് ഈ ഭേദഗതി നിയമം പാസ്സാക്കിയെന്നുള്ളത്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്, ഓർത്തിരിക്കണം, 1032 1032 ആണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. എന്താണ് ഈ 2019 പൗരത്വ ഭേദഗതി നിയമം? കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിതിനെക്കുറിച്ചെല്ലാം കേട്ടിട്ടുള്ളതാണ്, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ അവിടെ നിന്നുള്ള മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവരടങ്ങുന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്
1955 ഒരു ഇന്ത്യൻ പൗരത്വ നിയമമുണ്ട്. അത് ഭേദഗതി ചെയ്യുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് 2019 പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ഇന്ത്യൻ അയൽ രാജ്യങ്ങളുടെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിൽ, അതായത് ഏത് സിറ്റിസൺഷിപ്പ് ആക്റ്റാണ് അവിടെ ഭേദഗതി ചെയ്യുന്നത്? 1955 സിറ്റിസൺഷിപ്പ് ആക്റ്റാണ് അവിടെ ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ആ ഭേദഗതി ചെയ്തു. ആ നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019. അപ്പോൾ ഈ ബില്ല്, പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടിയിട്ടുള്ള 2019 വേണ്ടിയിട്ടുള്ള ബില്ല്, ഇത് കേന്ദ്ര മന്ത്രിസഭ 2019 ഡിസംബർ 4 അംഗീകരിച്ചത്. കേന്ദ്ര മന്ത്രിസഭ 2019 ഡിസംബർ 4 ഇത് അംഗീകരിച്ചത്. അതുപോലെ തന്നെ ഡിസംബർ 10 ലോക്സഭയും ഡിസംബർ 11 രാജ്യസഭയും ഡിസംബർ 13 രാഷ്ട്രപതിയുടെ അനുമതിയും ലഭിച്ചു. അപ്പോൾ 2019 ഡിസംബർ 4 കേന്ദ്രമന്ത്രിസഭ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ 2019 ബില്ല് അംഗീകരിക്കുകയും ഡിസംബർ 10 ലോക്സഭയും അതേപോലെ തന്നെ ഡിസംബർ 11 രാജ്യസഭയും രാഷ്ട്രപതി ഡിസംബർ 13 ബില്ലിൽ ഒപ്പുവെക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ബില്ല് എന്ത് ചെയ്യും? നിയമമാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ 2019 ഡിസംബർ 4 ഇത് അംഗീകരിച്ചു. രാഷ്ട്രപതി 2019 ഡിസംബർ 13 ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത് 2020 അടുത്ത വർഷം ജനുവരി 10 മുതലാണ് പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032, ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത അതിനെക്കുറിച്ചുള്ള ബ്രീഫ് എക്സ്പ്ലനേഷനിലേക്ക് പോയത്. പൗരത്വ ഭേദഗതി നിയമം 2019 എന്താണ്, അത് ആർക്കൊക്കെയാണ് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അത് എന്നാണ് പാസ്സാക്കിയത്. ഓക്കെ, അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2024 മാർച്ചിൽ ഇന്ത്യയുടെ ആദ്യ ആയുർവേദിക് കഫേ നിലവിൽ വന്നത് ഡൽഹിയിലാണ്. 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ ആയുർവേദിക് കഫേ ഇതെവിടെയാണ് നിലവിൽ വന്നത്? ഡൽഹിയിൽ. ആ കഫേയുടെ പേരാണ് സോമ ദി ആയുർവേദിക് കിച്ചൺ. സോമ ദി ആയുർവേദിക് കിച്ചൺ ആണ് 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ ആയുർവേദിക് കഫേ ഡൽഹിയിൽ വന്നതിൻ്റെ പേര്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധിയെക്കുറിച്ചാണ്. ഈ അന്താരാഷ്ട്ര നാണയനിധി 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങൾ 1-ാം സ്ഥാനത്തുള്ളത് ദക്ഷിണ സുഡാനാണ്. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ളത് ദക്ഷിണ സുഡാൻ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം, അതിദരിദ്ര രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 63. എന്നാൽ ഏറ്റവും സമ്പന്നമായ രാജ്യം ലക്സംബർഗാണ്. ഏറ്റവും സമ്പന്നമായ രാജ്യം ലക്സംബർഗ്. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള ദക്ഷിണ സുഡാൻ, ഇന്ത്യയുടെ സ്ഥാനം 63, ഏറ്റവും സമ്പന്നമായ രാജ്യം ലക്സംബർഗ്. അപ്പോൾ എന്നാണ് ഈ അന്താരാഷ്ട്ര നാണയനിധി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്ഥാപിതമായത്? കൂട്ടുകാരെ അറിയാമോ നിങ്ങൾക്ക്? 1945 ഈ അന്താരാഷ്ട്ര നാണയനിധി സ്ഥാപിതമാകുന്നത്. നിലവിൽ 184 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇതിൻ്റെ തലസ്ഥാനം മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഇതിൻ്റെ തലസ്ഥാനം വാഷിങ്ടൺ DC ആണ്. വാഷിങ്ടൺ DC ആണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ തലസ്ഥാനം. ഇതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നിലവിലെ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റലീന ജോർജിയോവ കിനോവ. ഓർക്കുക, ക്രിസ്റ്റലീന ജോർജിയോവ കിനോവയാണ് നിലവിലെ മാനേജിംഗ് ഡയറക്ടർ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എല്ലാവർക്കും അറിയുന്ന ആരാണ്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഗീത ഗോപിനാഥ്. ഈ പേര് ഫെമിലിയറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാണ്. ഇതിന് തൊട്ട് മുമ്പ് ഒരു ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിലത്തെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയോവ കിനോവയാണ്. ഇദ്ദേഹം, അതായത് ഈ പുള്ളിക്കാരത്തി ഒരു ബൾഗേറിയൻ എക്കണോമിസ്റ്റാണ്. ആരാണ്? അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ക്രിസ്റ്റലീന ജോർജിയോവ കിനോവ ഒരു ബൾഗേറിയൻ എക്കണോമിസ്റ്റാണ്. ബൾഗേറിയയിൽ നിന്നുള്ളൊരു സാമ്പത്തിക വിദഗ്ധയാണ്.
2019 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ക്രിസ്റ്റലീന ജോർജീവ കിനോവ എന്ത് ചെയ്യുന്നുണ്ട്? 2019 മുതൽ ഏതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്? IMFൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ IMFൻ്റെ 12ാമത്തെ മാനേജിങ് ഡയറക്ടറാണ് ക്രിസ്റ്റലീന ജോർജീവ കിനോവ. ഓക്കെ, ഇവരതുപോലെ തന്നെ ഈ ക്രിസ്റ്റലീന ജോർജീവ കിനോവ ഈ വേൾഡ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നു 2017 മുതൽ 2019 വരെ വേൾഡ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആര്? ക്രിസ്റ്റലീന ജോർജീവ കിനോവ. അപ്പോൾ കറണ്ട് മാനേജിങ് ഡയറക്ടറാണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ടിൻ്റെ, അന്താരാഷ്ട്ര നാണയ നിധിയുടെ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടറാണ് ആര്? ഗീതാ ഗോപിനാഥ്. ഗീതാ ഗോപിനാഥ് 2022 ജനുവരി 21 മുതലാണ് ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടറായിട്ട് IMFൻ്റെ തുടരുന്നത്. അപ്പോൾ ഗീതാ ഗോപിനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധയാണ് ഈ ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ 2024 പുറത്തുവിട്ട അതിദരിദ്ര രാജ്യങ്ങളുടെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ബ്രീഫായിട്ടൊരു എക്സ്പ്ലനേഷനിലേക്ക് പോയെന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ തലസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്. അത് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 134ാമതാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇപ്പോൾ കൂട്ടുകാർക്കറിയാം IPL നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ IPLൻ്റെ ഉദ്ഘാടന മത്സരത്തിൻ്റെ വേദി ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയം ആയിരുന്നു. ഓർത്തിരിക്കണം, ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയം ആയിരുന്നു IPLൻ്റെ ഉദ്ഘാടന മത്സരത്തിൻ്റെ വേദി. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലിംഗസമത്വ സൂചികയെക്കുറിച്ചുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്ക്, 2ാം സ്ഥാനത്ത് നോർവേയും 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡുമാണ്. 1ാം സ്ഥാനത്ത് ഡെൻമാർക്ക്, 2ാം സ്ഥാനത്ത് നോർവേ, 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ലിംഗസമത്വ സൂചികയിൽ 2022 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 108ാമതാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്, ലിംഗസമത്വ സൂചിക തയ്യാറാക്കുന്നത്. 1ാം സ്ഥാനത്ത് ഡെൻമാർക്കും, 2ാം സ്ഥാനത്ത് നോർവേയും, 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡും. ഇന്ത്യയുടെ സ്ഥാനം 108ാമതും. ഓർത്തിരിക്കുക. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേനാ ഭവൻ. നൗസേനാ ഭവൻ ഓർത്തിരിക്കാം അല്ലേ? നൗസേനാ ഭവൻ, നാവികസേന നൗസേനാ ഭവൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഈ നൗസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് നൗസേനാ ഭവൻ ഉദ്ഘാടനം ചെയ്തത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി. ആ വേദി എവിടെയായിരുന്നു? ഗുഡ്ഗാവായിരുന്നു. 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണ് ബാർട്ടോസാറ്റ്. എന്താണ്? ബാർട്ടോസാറ്റ്. ബാർട്ടൺ ഹിൽ ബാർട്ടോസാറ്റ്. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. പുഷ്പക വിമാനം ഓർത്തിരുന്നാൽ മതി അല്ലേ? രാവണൻ്റെ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. രാവണൻ. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ? കൂട്ടുകാർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ,
അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ. ഓർത്തിരിക്കണം, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് സി വിജിൽ എന്നാണ്. അത് മറന്നു പോകരുത്. എന്താണ് അതിൻ്റെ പേര്? സി വിജിൽ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പരാതി ലഭിച്ച്, അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്, പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ മറുപടി ലഭിക്കുന്ന രീതിയിലാണ് ഈ സി വിജിൽ എന്ന് പറയുന്ന ആപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. ഈ ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി കേരള സാക്ഷരതാ മിഷനാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ചങ്ങാതി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കെൽട്രോണാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതിയാണ് ബ്ലൈൻഡ് സൈറ്റ്. ഇലോൺ മസ്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം. അതായത് എക്സ് ഒക്കെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടല്ലേ, നമ്മുടെ പഴയ ട്വിറ്റർ എക്സ്. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതിയാണ് ബ്ലൈൻഡ് സൈറ്റ്. റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 5ാമത്തെ തവണയാണ് വ്ളാഡിമിർ പുടിൻ വിജയിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി 5ാമത്തെ തവണയാണ് വ്ളാഡിമിർ പുടിൻ വിജയിക്കുന്നത്. ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യയുടെ ഭരണത്തിലിരിക്കുന്ന നേതാവാണ് പുടിൻ. അദ്ദേഹത്തിന് 2030 വരെ എന്ത് ചെയ്യാം? ഭരണത്തിൽ തുടരാനായിട്ട് സാധ്യമാകും. അടുത്തതായി നമ്മൾ ഒരു മലയാള സിനിമയെക്കുറിച്ചാണ്. ആദ്യമായി മലയാളത്തിൽ ഗ്രോസ് കളക്ഷൻ 200 കോടി തികച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. നിങ്ങളെല്ലാവരും ആ ചിത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് 2006 തമിഴ്നാട്ടിലെ, അതായത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസായ അവിടെ സംഭവിച്ച ഗുണ കേവിൽ സംഭവിച്ചൊരു ആക്ച്വൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് സംവിധാനം ചെയ്ത് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതിൻ്റെ സംവിധായകനാരായിരുന്നു? ചിദംബരം എസ് പൊതുവാൾ. രചനയും ചിദംബരമായിരുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. ഓർത്തിരിക്കണം, പലപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പദ്ധതികൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഹൃദ്യം. ഓർത്തിരിക്കാൻ, ഹൃദയവൈകല്യം, ഹൃദ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളാണ് ഈ പദ്ധതിയിൽ, ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളെ. അപ്പോൾ ഹൃദ്യം, ഹൃദയവൈകല്യം. ഓക്കെ. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത്, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ്. ഓർത്തിരിക്കുക, നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. എന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. ജഗന്നാഥ് ക്ഷേത്രം ഒഡീഷയിലെ പുരിയിലാണുള്ളത് അല്ലേ? ഒറീസയിൽ അല്ലേ? പഴയ ഒറീസ, ഇപ്പോഴത്തെ ഒഡീഷയിലെ പുരിയിൽ. സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഒരു ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി. അപ്പോൾ സംസ്ഥാനത്തെ നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഒരു ഹ്രസ്വ ചിത്രത്തിൻ്റെ പേരെന്താണ്? മാറ്റൊലി. ഓർത്തിരിക്കണം. എന്താണ് ഈ പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട്. ഇത് 2012 അല്ലേ? 2012 നിലവിൽ വന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ പെനാൽറ്റി, ഈ പോക്സോ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി എന്തായിരിക്കും? കൂട്ടുകാർക്കറിയാമോ? കുറഞ്ഞത് 3 വർഷം വരെ ഇംപ്രിസൺമെൻ്റ് ആണ്. മാക്സിമം അത് 5 വർഷം വരെ പോകും. അതായത് 3 വർഷം വരെ കഠിന തടവെന്നുള്ളത്. മാക്സിമം എത്ര വർഷം വരെ പോകാം? 5 വർഷം വരെ പോകാം. അടുത്തതായി നമ്മൾ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തെന്ന നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫേഴ്സിലൊക്കെ പഠിച്ചതായിരുന്നു അജന്ത ശരത് കമൽ. അപ്പോൾ ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ടേബിൾ ടെന്നീസാണ്. ടേബിൾ ടെന്നീസുമായിട്ടാണ് ഇന്ത്യൻ കായിക താരമായ അജന്ത ശരത് കമൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹമാണ് 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്.
2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എസ് ഫേസി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ഫേസി. ഈ പുരസ്കാരം നൽകുന്നത് അമേരിക്കയിലെ ഒറിഗോൺ സർവകലാശാല ആസ്ഥാനമായുള്ള വേൾഡ് അലയൻസ് ഓഫ് സയൻറ്റിസ്റ്റ് ആണ്. എന്ത് പുരസ്കാരം നൽകുന്നത്? പ്ലാനറ്റ് എർത്ത് പുരസ്കാരം. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എസ് ഫേസി. ഈ പുരസ്കാരം നൽകുന്നത് അമേരിക്കയിലെ ഒറിഗോൺ സർവകലാശാല ആസ്ഥാനമായിട്ടുള്ള വേൾഡ് അലയൻസ് ഓഫ് സയൻറ്റിസ്റ്റ്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലൻഡാണ്. ഐസ്ലൻഡിലെ അഗ്നിപർവ്വതമാണ് റെയ്ക്യാനസ്. ഇത് 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ചു. ഇവിടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥയൊക്കെ ഐസ്ലൻഡിൽ പ്രഖ്യാപിച്ചിരുന്നു, ഈ റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും. ഓർത്തിരിക്കുക, നമുക്കറിയാം ഉദ്ഘാടന ചടങ്ങിൽ പരമ്പരാഗത പരേഡൊക്കെ ഏത് ഒളിമ്പിക്സിൽ നടത്താറുണ്ട്. അപ്പോൾ ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ റഷ്യയ്ക്കും ബെലാറസിനും അതിനകത്ത് പങ്കെടുക്കാനായിട്ട് അനുമതി ലഭിച്ചിട്ടില്ല. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന, നമുക്കറിയാം ടൂലിപ്പ് ഗാർഡൻ അല്ലേ, ജമ്മു കാശ്മീരിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പോവുകയാണെങ്കിൽ ടൂലിപ്പ് ഗാർഡനൊക്കെ കാണാൻ പറ്റും. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ജമ്മുവിലെ ശ്രീനഗറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന, സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ, ആ പ്രോട്ടോക്കോളിൻ്റെ പേരാണ് കോഡ് ഗ്രേ. ഓർത്തിരിക്കണം, അതും ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാനായിട്ട് കൊള്ളാവുന്നൊരു ക്വസ്റ്റ്യനാണ്. കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളം. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ നിരോധിക്കാൻ IMA നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ഇത് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ് ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന പദ്ധതി. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. ഇലോൺ മസ്കിൻ്റെ ഗ്രോക്കാണ് ChatGPTക്ക് ബദലായി അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. ലോക ജലദിനം എന്നാണ് ലോക ജലദിനം? മാർച്ച് 22 ലോക ജലദിനം. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ജലം സമാധാനത്തിന്, വാട്ടർ ഫോർ പീസ്. 2024 ലോക ജലദിനം, അതിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന്, വാട്ടർ ഫോർ പീസ്. മാർച്ച് 22 എല്ലാ വർഷവും ലോക ജലദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ദേശീയ ജലദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെക്കരുത്, ഏപ്രിൽ 14 അടുത്തടുത്ത മാസമാണ്. ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ് ദേശീയ ജലദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. ഏപ്രിൽ 14 അല്ലേ, ദേശീയ ജലദിനം ഏപ്രിൽ 14. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമായിരുന്ന ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനായിട്ടുള്ള പദ്ധതി അല്ലെങ്കിൽ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി എവിടെ നിന്നാണ്? ഹെയ്ത്തിയിൽ നിന്ന്. 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് ഹെയ്ത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. അപ്പോൾ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം. അപ്പോൾ ഈ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പ്രായമായ ആൾക്കാർക്ക് കാരണം എല്ലാവരും മിക്ക ആൾക്കാർ ഷുഗർ പേഷ്യൻസ് ഒക്കെയാണെന്ന്. ആരെയും കളിയാക്കി പറയുന്നതൊന്നുമല്ല അല്ലേ, ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷേ മിക്ക ആൾക്കാർക്ക് ഷുഗർ പേഷ്യൻസ് ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഓർത്തിരി ഷുഗർ, മധുരം അല്ലേ. അപ്പോൾ ആ കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. മധുരം. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം.
അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വാഹന പെർമിറ്റ്, പൊതുയോഗങ്ങൾ, അനൗൺസ്മെൻറ്റ് അനുമതി തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായുള്ള പോർട്ടലാണ് സുവിധ. രാഷ്ട്രീയ പാർട്ടികളുടെ വാഹന പെർമിറ്റ്, പൊതുയോഗങ്ങൾ, അനൗൺസ്മെൻറ്റ് അനുമതി, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പോർട്ടൽ എന്ത് ചെയ്തു തുടങ്ങിയിരുന്നു. അതിൻ്റെ പേരാണ് സുവിധ. 2024 മാർച്ചിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡുകളിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. ഓർത്തിരിക്കുക, 2024 മാർച്ചിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റും കൂടിയാണ് ഇത്. ഏത്? അഗ്നിബാൺ. ഇന്ത്യയിലെ ആദ്യത്തെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ചോദിച്ചാൽ അഗ്നിബാണാണ്. ഇത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുമാണ് വിക്ഷേപിക്കുന്നത്. ഇതൊരു സ്വകാര്യ റോക്കറ്റും കൂടിയാണ് അഗ്നിബാൺ. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗാണ്. ഗുൽമാർഗ് എവിടെയാണെന്ന് അറിയാം, ജമ്മു അല്ലേ. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ്, നമ്മുടെ പഴയ ജമ്മു ലഡാക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുൽമാർഗ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഡൽഹി. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ്. സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് TM കൃഷ്ണ. അപ്പോൾ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണ. 2024 പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയുള്ള ടീം ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കിങ് പങ്കാളി ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നങ്ങ് എഴുതരുത്, യെസ് ബാങ്കാണ്. യെസ് ബാങ്കാണ് 2024 ടീം ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കിങ് പങ്കാളി. വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനമായതാണ് മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം. ആരാണ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി? റീസെൻ്റ്ലി ചാർജ് എടുത്തൊരു വ്യക്തിയാണ്. ആരാണ്? മോഹൻ യാദവാണ്. BJP ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. P. രാഘവൻ പുരസ്കാര ജേതാവാണ് കൽപ്പറ്റ നാരായണൻ. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് P. രാഘവൻ പുരസ്കാര ജേതാവിന് നൽകുന്നത്. ഇപ്രാവശ്യം അത് ലഭിച്ചിട്ടുള്ളത് കൽപ്പറ്റ നാരായണനാണ്. കൈത്താങ് ആവശ്യമായി വരുന്നവരെ സഹായിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് K for Care കുടുംബശ്രീ. അത് കൈത്താങ് ആവശ്യമായി വരുന്നവരെ സഹായിക്കുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് രാഹുൽ സിംഗ്. രാഹുൽ സിംഗ് ആണ് CBSEയുടെ ചെയർമാനായി 2024 മാർച്ചിൽ നിയമിതനായത്. 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിനാണ്. കടമ്മനിട്ട കവിതാ പുരസ്കാരം ലഭിച്ചത് 2023 കുരീപ്പുഴ ശ്രീകുമാറിന്. പാമ്പുകടിയേറ്റ് സംഭവങ്ങൾ ബാധിച്ച വ്യക്തികൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിച്ച വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സഹായവും മാർഗനിർദ്ദേശവും നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 154000. 154000. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഗഗൻയാൻ ബഹിരാകാശ യാത്ര ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ പിന്തുണയ്ക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് സഖി. ഓർത്തിരിക്കണം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഗഗൻയാൻ ബഹിരാകാശ യാത്ര ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ പിന്തുണയ്ക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് സഖി. അപ്പോൾ ഈ ഗഗൻയാൻ മിഷൻ എന്താണ്? ഗഗൻയാൻ മിഷൻ കൂട്ടുകാരെ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഇന്ത്യ അങ്ങനൊരു ദൗത്യം ഇതുവരെ നടത്തിയിട്ടില്ല. ഓക്കെ, ISROയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും റഷ്യയുടെ ഫെഡറൽ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസും ചേർന്നിട്ട്, അപ്പോൾ ISROയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും റഷ്യയുടെ ഫെഡറൽ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസ് സേഫ് കോർപ്പറേഷൻ ഫോർ സ്പേസ് ആക്ടിവിറ്റീസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ അവർ ഒരുമിച്ചാണ്, അപ്പോൾ ഈ 3 പേരും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ 2024 ഇത് ബഹിരാകാശത്ത് എത്തുമെന്ന് കരുതുന്നതും, അതായത് മനുഷ്യനെ എത്തിക്കുമെന്ന് കരുതുന്നത്. GSLV Mark 3 റോക്കറ്റാണ് ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതി, ഈ ഗഗൻയാൻ ദൗത്യം വിജയകരമായാൽ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറും. ആര്? നമ്മുടെ ഇന്ത്യ. ആദ്യമായി അമേരിക്ക, രണ്ടാമത് ചൈന, റഷ്യ. മറ്റ് 3 രാജ്യങ്ങൾ അമേരിക്ക, ചൈന, റഷ്യ. അപ്പോൾ മലയാളിയായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ഈ ഗഗൻയാൻ പദ്ധതിയുടെ,
ദൗത്യത്തിൻ്റെ ചുമതല 2024 എത്തിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് അരനൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് 2024 ഏപ്രിൽ 8 എന്ത് ചെയ്ത് ദൃശ്യമായത്. നമ്മളത് പല രീതിയിൽ കണ്ടിരുന്നു അല്ലേ. അരനൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8 ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ നാമമാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. എളുപ്പമാണ് അല്ലേ, റീയൂസബിൾ പുനരുപയോഗം ഉള്ളതെന്നാണല്ലോ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ ഈ ISRO എന്നാണ് സ്ഥാപിതമായത്? കൂട്ടുകാരെ, 1969 15 ഓഗസ്റ്റിനാണ് അല്ലേ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന്. അപ്പോൾ ഈ ഇസ്രോയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരു ആണ്. ഇസ്രോയുടെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരെഴുതും? ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഓക്കെ, അടുത്തതായി ഇന്ത്യയിലെ ആദ്യത്തെ പോട്ടാക്സി, അതായത് പോട്ടാക്സി മീൻസ് ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയാണ് പോട്ടാക്സി എന്ന് പറയുന്നത്. ഈ സർവീസ് ആരംഭിക്കുന്നത് മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ആരംഭിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്, നമ്മുടെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനെയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. പലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് മുസ്തഫ. പലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മുഹമ്മദ് മുസ്തഫ. 2024 മാർച്ചിൽ പ്രകാശനം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. അപ്പോൾ 2024 മാർച്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. അതിൻ്റെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. പുത്തൂർ പുരസ്കാര ജേതാവ് വൈശാഖൻ. അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണറാണ് തമിഴ്സൈ സൗന്ദരരാജൻ. അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ സ്ഥാനത്ത് നിന്ന് തെലങ്കാനയിലെ ഗവർണറായിരുന്ന തമിഴ്സൈ സൗന്ദരരാജൻ രാജിവെച്ചു. ആരാണ് തെലങ്കാന സംസ്ഥാനത്തെ മുഖ്യമന്ത്രി? രേവന്ത് റെഡ്ഡി. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ആയി നിയമിതനായ വ്യക്തിയാണ് ശ്രീകുമാർ കെ നായർ. ഓർത്തിരിക്കണം, കറണ്ട് അഫയേഴ്സിന് പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ശ്രീകുമാർ കെ നായർ. അപ്പോൾ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എവിടെയാണ്? തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അറബിക്കടലിൽ ഒരു നിർമ്മാണം നടന്നു വരുന്ന ഒരു തുറമുഖമാണ് ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. അപ്പോൾ കേരള സർക്കാർ ഓഗസ്റ്റ് 2015 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസനത്തിനായി ആരുമായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത്? ആദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി 40 വർഷത്തെ കരാറിലേക്കാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 മാർച്ചിൽ അന്തരിച്ച മനുഷ്യനും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ച് ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഫ്രാൻസിസ് ഡി വോൾ. അപ്പോൾ മനുഷ്യനും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ച് ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ഡി വോൾ 2024 മാർച്ചിൽ അന്തരിച്ചു. കേരളത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പരാദജീവികൾക്ക് ISROയുടെ ബഹുമാനാർത്ഥം നൽകിയ പേര് ബ്രൂസ്തോവ ഇസ്രോ. ഓർത്തുക, ബ്രൂസ്തോവ ഇസ്രോയാണ് കേരളത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പരാദജീവികൾക്ക് ISROയുടെ ബഹുമാനാർത്ഥം, ഇസ്രോ അല്ലേ, ബഹുമാനാർത്ഥം നൽകിയ പേര് ബ്രൂസ്തോവ ഇസ്രോ. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് നവനീത് കുമാർ സെഹാൽ. നവനീത് കുമാർ സെഹാൽ ആണ് പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. 2024 അഷിത സ്മാരക പുരസ്കാര ജേതാവ് സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ ഈയിടയ്ക്ക് പുറത്തിറങ്ങിയ ഒരു കൃതിയുണ്ട്, കറ. ഓർത്തിരിക്കണം, സാറയുടെ കറ, സാറാ ജോസഫിൻ്റെ കറ. പ്രസിദ്ധമായിട്ടുള്ള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് സാറാ ജോസഫ്. സാറാ ജോസഫ് ഇന്ത്യ 2014 ആം ആദ്മി പാർട്ടിയിലൊക്കെ ചേർന്നു. ആം ആദ്മി പാർട്ടിയിൽ അംഗത്വമെടുത്തതിന് ശേഷം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന്, ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച വ്യക്തിയാണ്. സാറാ ജോസഫിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള രചനകളൊക്കെ ഓർത്തിരിക്കണം. അലാഹയുടെ പെൺമക്കൾ, പല അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ളതാണ് അലാഹയുടെ പെൺമക്കൾ. അതുപോലെ തന്നെ പുതുരാമായണം, ഒടുവിലത്തെ സൂര്യകാന്തി, ബുധിനിയൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. സാറാ ജോസഫിൻ്റെ കൃതിയാണ്. അടുത്തതായി
നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലെയിൻ ക്യാപ്റ്റനായിട്ടാണ് സ്മൃതി എം കൃഷ്ണ ചുമതലയേറ്റ് ഓസ്ട്രേലിയയുടെ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെപ്പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് KYC, നോ യുവർ കാൻഡിഡേറ്റ് അല്ലേ. നമ്മളെല്ലാ ബാങ്കിലൊക്കെ അക്കൗണ്ടിലൊക്കെ എടുക്കുമ്പോഴൊക്കെ ഈ KYC ഫോം എന്താണ് KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കാൻഡിഡേറ്റ്. ഏഴാമത് ഇവിടെ നോ യുവർ കാൻഡിഡേറ്റ് അല്ലേ. ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് വിജി തമ്പിയാണ്. ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് വിജി തമ്പി അല്ല വിജി തമ്പി. കൃതി ഇതം പാരമിതമാണ് ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് വിജി തമ്പിയെ അർഹനാക്കിയത്. ലോകത്ത് ആദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയിപ്പിച്ച രാജ്യമാണ് അമേരിക്ക. പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച് ശസ്ത്രക്രിയ വിജയിപ്പിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. 2024 നൃത്യകലാനിധി പുരസ്കാരം നേടിയ മലയാളി നർത്തകി നീന പ്രസാദിന് നൃത്യകലാനിധി പുരസ്കാരം 2024 ലഭിച്ചു. അപ്പോൾ കൂട്ടുകാരെ, കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മാർച്ച് 2024 ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം എന്ത് ചെയ്യുക, ഈ ചാനലിനെ കുറിച്ചുള്ള ലിങ്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കമൻസും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. എല്ലാവർക്കും വളരെയധികം നന്ദി. ഹായ്, ഹലോ കൂട്ടുകാരെ.